നമ്മുടെ ഇന്നത്തെ അതിഥി മാപ്പിളപ്പാട്ട് രംഗത്ത് തൻ്റെതായ ശൈലി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ഒരു കുടുംബമാണ്. നിസാം തളിപ്പറമ്പും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് നമ്മുടെ അതിഥി. മുഴുവൻ പ്രേക്ഷകരും നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്കും നമ്മുടെ കുടുംബവിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. അതിലേക്ക് മുഴുവൻ പേർക്കും സ്വാഗതം. താങ്ക് യു. നമുക്കൊരു പാട്ടിലേക്ക് കൂടി തുടങ്ങാം. തീർച്ചയായിട്ടും. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. നമ്മുടെ തുടക്കത്തിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഒരുപാട് വേദികൾ ഇപ്പോൾ വിദേശത്തായാലും നമ്മുടെ കേരളം മുഴുവനും ഇന്ത്യയിലൊക്കെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോഴ് നിറഞ്ഞു നിൽക്കുമ്പോൾ താങ്കൾ തുടക്കം ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു മാപ്പിളപ്പാട്ടിലേക്ക് അല്ലേ? ഇന്ന് ആ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുമ്പോൾ ആ കുട്ടിക്കാലത്തെ നമുക്കന്ന് അറിയാം, വോയിസ് പോലും രൂപപ്പെട്ടിട്ടുണ്ടാവില്ല കുട്ടി വോയിസിൽ ഒന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്കൂൾ കലോത്സവം, അതുപോലെ യുവജനോത്സവ വേദി, അതുപോലെ മദ്രസയിലൊക്കെ പാടുന്ന രീതിയിലാണ് അന്ന് പാടി തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പാട്ട് പഠിക്കാനോ ഇന്നത്തെ പോലെ ഒരു സൗകര്യമൊന്നുമില്ല. നമ്മൾ പാട്ട് കേട്ട് അവരുടെ അടുത്ത് പോയി എഴുതി കേട്ട് അവിടെ നിന്ന് തന്നെ പഠിച്ച് ഒരുപാട് ദിവസം പഠിക്കേണ്ട ഒരു ഇതാണ്. ഇന്ന് നേരെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാട്ട് വേണമെങ്കിൽ അത് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് കിട്ടും. അതെ അതെ, പഠിക്കാനും എല്ലാം എളുപ്പമാണ്. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പ സമയത്ത് അങ്ങനെ പാട്ടൊക്കെ പഠിക്കാനും അല്ല, സിഫ്ര അത് പറയുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സമയത്തൊക്കെ പാട്ടൊക്കെ പഠിക്കുന്നത്. ഇന്ന് കാണുന്ന പോലെ നമുക്ക് യൂട്യൂബിൽ കേട്ട് പഠിക്കാനോ, നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഏത് സോങ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ച് നമുക്ക് കേട്ട് പഠിക്കാനോ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റൂല. കാരണം മൊബൈലിൽ പോലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കേട്ട് പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്നേരം. ആ കുട്ടിക്കാലത്ത് ഇപ്പൊ ഒരു മാപ്പിളപ്പാട്ട് ഇപ്പൊ ഇറങ്ങുമ്പോഴേ തന്നെ ഈ കുട്ടികളുടെ മാപ്പിളപ്പാട്ടില് താങ്കളുടേതായിരുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് അല്ലേ? അതെ അതെ. ആ ഓർമ്മകളൊന്നൊരു അത് ഫസ്റ്റ് ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഇക്കാമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ആണ്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ഒന്നുമില്ല, ഓഡിയോ കാസറ്റാണ്, ഇങ്ങനെ റോള് ചെയ്യുന്ന ഓഡിയോ കാസറ്റ്. CD പോലെ അന്നേരം വരുന്നതേ ഉള്ളൂ. ഓഡിയോ കാസറ്റ് 10 പാട്ട്, എൻ്റെ പാട്ട്, ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾ, ഞാൻ പാടുന്ന വെച്ചാൽ മുമ്പുള്ള ആൾക്കാർ പാടിയിട്ടുള്ള പാട്ടുകൾ 10 പാട്ടുകൾ. കാലിക്കറ്റ് ജോയി ഏട്ടനാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. നമ്മുടെ ബാപ്പു വെളിവറമ്പ് മൂപ്പരാണ് അത് വർക്ക് ചെയ്തത്. ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത് നമ്മുടെ തായനേരി, എൻ്റെ ഗുരുക്കന്മാരിൽപ്പെട്ട ഒരാൾ അസീസ് തായനേരി മൂപ്പരാണ് ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത്. അങ്ങനെ 10 പാട്ടുകളും എൻ്റെ പാട്ടായിരുന്നു. ആ ടൈമിൽ ഫസ്റ്റ് കുട്ടികളുടെ ഒരു പാട്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് മീഡിയയിലേക്ക് വരുന്നത് എൻ്റെ പാട്ടുകൾ അടങ്ങിയിട്ടുള്ള കാസറ്റാണ്. അതിനുശേഷമാണ് പിന്നെ ഡം ഡം ഡിക, നാസ്നിൻ അവരൊക്കെ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇറങ്ങുന്നത്. ഈ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ പഠനകാലത്ത് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ ഈ സംസ്ഥാന യുവജനോത്സവത്തിൽ താങ്കളും നമ്മുടെ ഇന്നത്തെ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസും താങ്കൾ കൂടിയായിരുന്നു മാറ്റിവെച്ചത് അല്ലേ? ആ ഓർമ്മകളെ ഒന്ന്. അത് സ്റ്റേറ്റിൽ ആ ഒരു എനിക്ക് ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് കിട്ടി. അങ്ങനെ അവിടെ എത്തി. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് 2 ആൾക്കാണ് കിട്ടുന്നത്, 2 പേരാണ് കിട്ടുന്നത്, എനിക്കും അതുപോലെ വിനീത് ശ്രീനിവാസും. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ നമ്മളൊന്നിച്ച് മത്സരിച്ച് അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് അവനാണ്, സെക്കൻഡ് എനിക്കും. ആ പാട്ടിപ്പോഴും ഓർമ്മയുണ്ടോ? റഹ്മത്തുല്ലാലമീനായി ദൂതർ സ്തനം കൊടുത്തിടമുണ്ട്, ദിനം തന്നിലുമയുണ്ട് മാതാ വിനത്തൂതെ പോതില്ലറിന്തൂത് ചിത്തിരമൊത്ത് മുഹത്ത് സുവൈബത്തുൽ അസ്ലമിയ ബിന്ത് ഇശലുമിയ വന്ത് കൊടുത്ത് മുലപ്പാല് കുടിത്ത് മതിവരെ ഹലിമാബി ഒഴികെ 2 എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അങ്ങനെ പാടിയ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ആ പാട്ട് പാടാൻ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അന്നേരം തായനേരി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മധുമാഷയാണ്. മധുമാഷനെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. മത്സരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ എനിക്ക് പനി വന്നിട്ട് ഒരു ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് മാഷ് നമ്മളൊരു പാർക്കിൽ പോയിരുന്നിട്ട് എന്നെ അവിടെ ഒരു
സ്ഥലത്ത് ഇരുത്തിയിട്ട് മൂപ്പര് പോയി ഗുളിക വാങ്ങിക്കൊണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ്. ഇന്ന് ഞാൻ എൻ്റെ മധുമാഷിനെ ഓർക്കുകയാണ്, ഹിന്ദി മാഷാണ്. നമ്മുടെ നമുക്കറിയാം ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല, വളരെ ദുർബലമാണ്. നമുക്ക് ഇപ്പോഴും തിരിച്ചിട്ടാണ് അല്ലെ, സിബ്രാനും മക്കത്തും ഇങ്ങോട്ട് വരികയാണ് അവസരം, നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഈ ശാസ്ത്രീയ പഠന രംഗത്ത് താങ്കൾ ഉണ്ടായിരുന്നു പാട്ടിന്റെ കാര്യം? ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് വടകര കൃഷ്ണദാസ് മൂപ്പരടുത്ത് നിന്ന് കുറച്ച് ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്, പിന്നെ പഠിച്ചിട്ടില്ല. സംഗീതം തന്നെ പഠിച്ചാൽ തീരാത്തതാണ്, ഒരുപാട് പഠിച്ചാൽ അതിന് അറ്റം ഉണ്ടാവില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു പഠിക്കാത്തതിൻ്റെ ഇതിപ്പം ഞാൻ മകനോട് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ക്ലാസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. നിസാംക്കയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി അല്ലെ, ആദ്യത്തെ നമ്മുടെ ഒരു മാപ്പിളപ്പാടിന്റെ ഒരു ഷോ ആയിരുന്നു, റിയാലിറ്റി ഷോ. അതിനെ കുറിച്ചിട്ട് റിയാലിറ്റി ഷോയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് മൈലാഞ്ചിയിലാണ്. അതിന് മുന്നേ പട്രുമാലിൻ്റെ റിയാലിറ്റി ഷോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും ഞാൻ മത്സരത്തിനായിട്ട് പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഏഷ്യാനെറ്റിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ മത്സരിച്ചു, നല്ല നല്ല പാട്ടുകൾ അതിൽ പാടാൻ പറ്റി. നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങളും ഷെയർ ചെയ്യണം, വീണ്ടും വരാം. അപ്പോൾ ഇവിടെ ഇനി അടുത്തയാള് ഭാര്യ എന്ന രീതിയിൽ നമുക്ക് ഈ രംഗത്ത് സജീവമാണ് അല്ലെ, മാപ്പിളപ്പാട്ട് രംഗത്ത്. അതിനെക്കുറിച്ച് ചെറുപ്പത്തിലേ പാടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫാമിലിയിൽ വന്നപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ചെറുതിലെ പാടുമായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ 2ാം ക്ലാസ് എന്നൊക്കെ ആ ഒരു ടൈമിൽ പാടുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചത് ഇത് പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബ് അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് ഉമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. ഉമ്മ പാടുവോ? ഉമ്മ അത്യാവശ്യം പാടും. ഉമ്മ ഒരു എഴുത്തുകാരിയാണ്. ഉമ്മാന്റെ പേര് നഫീസ അങ്ങനെ അറിയപ്പെടുന്ന. ഉമ്മ എഴുതുമായിരുന്നു. ആ സമയത്ത് ഉമ്മാന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചെറുതിൽ ചുഗാൻ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ബ്രദർ പാടുന്നതാണ്. അപ്പൊ നമ്മൾ രണ്ടാളും ഒന്നിച്ചിട്ടാണ് പാടാനൊക്കെ പോകുന്നത് നോക്കുന്നവർക്ക്. പിന്നെ സ്കൂളിൽ ഇതേ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സ്റ്റേറ്റ് ലെവലില് +2 ടൈമില് എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. സ്കൂളിൽ എന്തൊക്കെയുണ്ടോ പാട്ടുമായിട്ടുള്ള എല്ലാ ബന്ധമുള്ള എല്ലാത്തിലും പങ്കെടുക്കും. ക്ലാസിക്കല് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിപിൻ മാസ്റ്ററാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. അത് സ്കൂൾ ബേസിൽ തന്നെ അവരെന്നെ, പിന്നെ ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പാടുന്ന കുട്ടികൾക്ക് സ്കൂളിന്റെ ചെലവിൽ തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. നീലേശ്വരായിരുന്നു സാറ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ക്ലാസിക്കല് വിപിൻ മാസ്റ്ററാണ്. ഞാൻ ശരിക്കും ചെറുവത്തൂര്. അപ്പോ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തു. അവിടെ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി. ഞാൻ വൊക്കേഷണലാണ് പഠിച്ചത് +2. അപ്പോൾ ആ സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ 2 വർഷം മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കൂടി പ്രേക്ഷകർ കൊടുക്കാതെ പോയാൽ അവര് ചോദിക്കും. ശരിക്കും കറക്റ്റ് ഓർമ്മ. ഉറ്റസാരി സ്വരു പട്ടം കൂടി ചുമരിട്ട് ചടി കടുപ്പത്തിലെ ഊറ്റമുറ്റെ പുളി മാട്ടി വിട്ട് കടു ചാട്ടമട്ട മുഷരത്തിലെ ഒറ്റ വിട്ട് കൊടുത്തിട്ട് പറ്റി ഹജ കത്തില ചെടിയും മറ്റതായി ഓടുകിറും ഇടക്കിടൻ സിറും എടെ കൂടിപ്പണി മുറിയായതായി. എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല അല്ലെ, ലളിതഗാനം ഉൾപ്പെടെ അല്ലെ കൈ നോക്കിയിട്ടായിരുന്നു. ഒരു ലളിതഗാനം കൂടി നമുക്ക് പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ ഏതോരാപ്പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. നല്ല പ്രണയിച്ച് വിവാഹം കഴിഞ്ഞവരാണ്. അതിനെ കുറിച്ച് കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്താല്. ഞാൻ രണ്ടുപേർക്കും പറയാനുണ്ടാവല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള്
വളരെ ചെറുതിലുള്ളൊരു പ്രണയമാണ്. അതെ. പ്രണയം ചെറുതിലെ പ്രണയം എന്ന് പറയാൻ പറ്റൂലല്ലോ. ചെറുതില് കാണുന്നതാണ് ഞാൻ. അന്ന് ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഗുരു അസിസ്ഖാനാണ് എന്റെയും ഗുരു. ഞാൻ ഓർക്കസ്ട്രയിൽ പാടുന്നത് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അവിടെ ഒരു പാരഡി പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ കുട്ടികളുടെ പേര് വെച്ചിട്ട് ആശംസാ പാട്ടുകൾ. ആ സമയത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന അവിടെ തന്നെ വൈകുന്നേരം വന്നിട്ട് അവിടുന്ന് ബാക്കി ഇവള് ചെറുപ്പത്തൂരാണ്. അപ്പൊ അങ്ങനെ ഇവർ ഇടക്കിടക്ക് വരും. ശനി ഞായർ ഇവര് അവിടെ വരും. അവര് പ്രോഗ്രാമിനൊക്കെ വരും. അന്നേരം ഇവള് ചെറുതാണ്. അന്നേരം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അപ്പം വളരെ ചെറുതാണ്. ആ സമയത്തേ ഉള്ളൊരു ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൂടി. പിന്നെ എന്താ പറയാ, അതിനിടക്ക് പിന്നെ ആ ചെറുതില് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് ചില ഓരോ നാളോടുള്ള ഇഷ്ടം നമുക്കത് എന്തിലെങ്കിലും ആയിരിക്കാം. അതൊരു സൗന്ദര്യം നമ്മളൊന്നും അല്ല, നമ്മൾക്കൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. അതെ. അപ്പൊ എനിക്ക് അന്നേരം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കൂടുതലും നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പോകും. എൻ്റെ ബ്രദറും കൂടി ഉണ്ടാവും. എൻ്റെ ബ്രദറിന്റെ അടുത്ത ഫ്രണ്ടാണ് ചുക. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒന്നിച്ച് കളിക്കും. റെക്കോർഡിങ്ങിന് പാടാൻ മാത്രം പോകും. പിന്നെ നമ്മൾ കളികളായി. അപ്പൊ ആ ഒരു കളിക്കൂട്ട് അങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നെ അത് കുറച്ച് വലുതായപ്പോ പിന്നെ ഒരു ഇഷ്ടമായി മാറി. പിന്നെ ഭയങ്കര കോലാഹലം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാരണം കുടുംബത്തില് ആദ്യം സമ്മതമൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും ഉണ്ടായിട്ടില്ല. ഒന്നാമത് എന്റെ വീട്ടിൽ പറയുന്നു പാട്ടുകാരനാണ്, ഇവരെ വീട്ടിൽ പറയുന്നു പാട്ട് പാടുന്ന ഒരു കുട്ടി എന്നുള്ളത്. കാരണം നമ്മളെ ചിലയൊരു ആൾക്കാർക്ക് തന്നെ പാട്ട് പാടുന്നതിനോട് ആദ്യമൊക്കെ, പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ചോദിക്കട്ടെ, ഇപ്പോഴാ അതൊക്കെ മാറി മറിഞ്ഞ് ഒന്നായില്ലേ കുടുംബങ്ങള്? പക്ഷെ രണ്ട് ഫാമിലിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ കല്യാണം തീരുമാനിച്ച മുതലേ അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തുടക്കത്തിൽ അത് വീട്ടുകാരല്ല, വീട്ടിലെന്ന് പറയുന്നില്ലേ, പുറത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, അവരൊക്കെ വാക്കുകൾ കേട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് അവർക്കൊക്കെ അഭിമാനത്തോട് പറയാം. അതുപോലെ തന്നെ എനിക്ക് ചുകാന്റെ വീട്ടുകാരായാലും, കാരണം നമുക്ക് എപ്പോഴും നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായിരിക്കണം സപ്പോർട്ട് ഉണ്ടാവേണ്ടത്. നമ്മളെ വീട്ടിൽ എന്തായാലും ആ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാവരായാലും ഇവര് 9 മക്കളാണ്. പിന്നെ അപ്പൊ ഈ ഏട്ടന്മാരായാലും പിന്നെ പെങ്ങന്മാരായാലും ഒരുപാട് സപ്പോർട്ടാണ്. ഡ്രസ്സിന്റെ കാര്യമൊക്കെ അവരെ ഇങ്ങോട്ട് ചൂസ് ചെയ്യാൻ പറയും. ഇന്നത് ഇട്ടുകൂടെ നമുക്ക് ചെയ്യും. ഒരുപാട് സപ്പോർട്ടാണ്. ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഉമ്മ അത്യാവശ്യം പാടും. പഴയ പാട്ടുകളൊക്കെ പഴയ കാലത്ത് അവരെ കല്യാണ വീട്ടിൽ അവരെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ട് സബീന പാട്ടൊക്കെ പാടലുണ്ടെന്ന്. അപ്പൊ നമുക്കിപ്പൊ പാടിത്തരും ഈ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ ഇനി അടുത്ത് സിഫ്രാനിലേക്ക് വരാം. നമ്മുടെ ഒരു പരിധി വരെ ചിലപ്പോഴ് നിസാം ഖാനേക്കാളും കടത്തി വെട്ടിയിട്ട് അല്ല, ഞാനിപ്പോ അല്ല എന്നോട് പോകുമ്പോ ചില സിഫ്രാന്റെ ഉപ്പയല്ലെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കും അനുഭവമുണ്ടായി. നമ്മുടെ ആദിലത്തൊക്കെ അടിച്ചു അവിടെ പോയി സംസാരിക്കുമ്പോൾ ഇതുപോലെ സിഫ്രാനെ കുറിച്ചിട്ടായിരുന്നു അവരുടെ മകനും ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മുടെ സിഫ്രാൻ ആദ്യം നമ്മുടെ പൂമരം എന്ന പാട്ടിലേക്ക് കൂടി അല്ലേ, അതും എനിക്ക് തോന്നുന്നു 4 വയസ്സിൽ പാടിയിട്ട് വളരെ ഇതായതാണ്. ആ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്കൊന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാം. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി,
പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി അവൾ എന്നെയും നോക്കി 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. നമ്മുടെ സിഫ്രാനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഇപ്പോഴും ഏറെ നമുക്ക് മുമ്പിലെടുത്ത് വെക്കാവുന്ന രീതിയിൽ 2 സിനിമകളിൽ അല്ലെ വേറെ സാന്നിധ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിലൊന്നായിരുന്നു നമ്മുടെ വിനിയൻ സംവിധാനം ചെയ്തിട്ടുള്ള മണിച്ചേട്ടൻ്റെ അല്ലെ. അതിനെ കുറിച്ചൊന്ന് അനുഭവങ്ങള്. അതില് മണിച്ചേട്ടനും പ്രണയിച്ച ഒരു പെണ്ണിന്റെ മോനായിട്ടായിരുന്നു ഞാൻ. ആ സമയം ശരിയാണ്. ആ സമയത്ത് അതിന്റെ ഒരു കഥ പറയാനുണ്ട്. അവന് ആ സമയത്ത് ഇങ്ങനെ ഹെയർ കൂടുതലുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ അവസരം പെട്ടെന്നാണ് വരുന്നത്. ഇപ്പൊ എറണാകുളത്ത് പെട്ടെന്ന് ഇങ്ങനെ വേറെ ആള് മുഖേനാണ് വിളിച്ചത്. ഒരു നിസാർ വടകര എന്നുള്ളൊരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അവരാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു ഷൂട്ട് ഉണ്ട്, അപ്പൊ മോന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചു. ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തണം, അവരൊരു സാറിനൊന്ന് കാണണം. അപ്പൊ ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു 10 മണിക്കാണ് നമ്മളത് കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മള് രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് വേറെ ഫ്രണ്ടിനെ കൂട്ടി പോയി. അങ്ങനെ പോയി നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടി പോയതാണ്. അവിടെ എത്തിപ്പോയി. അപ്പം മൂപ്പർക്ക് ഓക്കെ ആയ അവിടെ നിന്ന് ഈ ഹെയറൊക്കെ കട്ട് ചെയ്യണം, ചെറിയ എന്നിട്ട് ആ പടത്തില് ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം കട്ട് ചെയ്തില്ല. നമ്മളിവിടുന്ന് പോകുമ്പോ തന്നെ കുറച്ച് ബാലൻസ് ചെയ്ത് പോയി. അവിടെ എത്തി പറഞ്ഞാ കട്ട് ചെയ്യാന്ന് വെച്ചു. പിന്നെ അവിടെ എത്തിയപ്പോ പറഞ്ഞു നമുക്കത് മേക്കപ്പിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞു. അതാണ് 100 രൂപ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ലൊക്കേഷന്റെയും കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ വിനയൻ അങ്കിള് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഞാൻ കണ്ടു. ധർമ്മജൻ അങ്കിൾ, പിഷാരടി ചേട്ടൻ, പിന്നെ കുറെ ആൾക്കാരെ കണ്ടു. പിന്നെ വിനയൻ അങ്കിൾ എന്നെ ഇടക്കിടക്ക് സിഫ്രു അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ടായി. പിന്നെ അവിടുന്ന് എനിക്ക് കുറെ ചോക്ലേറ്റ് തന്നിരുന്നു. ഇതൊക്കെയാണ് അനുഭവങ്ങള്. പിന്നെ മറ്റൊരു പടം അതുപോലെ തന്നെ അമ്പിളി അല്ലേ. അപ്പൊ അതില് ലൊക്കേഷൻ ഒക്കെ നമ്മുടെ മണാലി ഉൾപ്പെടെ അല്ലേ. അതൊക്കെ ഓർമ്മയുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു പഠിത്തായിരുന്നു അല്ലേ? കുറച്ച് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടമായിരുന്നല്ലോ. അതില് സൗബിൻ കാണെ കണ്ടിന്, നവീൻ കാണെ കണ്ടു. ഷൂട്ട് മണാലിയിലാണ് ഉണ്ടായത്. അതിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ് ആണ്. മണാലി എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാം. ഐസൊക്കെ എടുത്ത് ഞാന് പപ്പാനെ മുഖത്തേക്കുണ്ടായിരുന്നു. ഇവിടെ അമ്പിളി കടക്കാന്ന് പറയുന്ന വീഡിയോ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. സിഫ്രാൻ ഇവിടെ ഇപ്പോഴ് പാടുകയും ചെയ്തു, പാടിയിട്ടും പ്രേക്ഷകർ സ്വീകരിച്ചു, ഇപ്പൊ അഭിനയിച്ചിട്ടും സ്വീകരിച്ചു. ഇതില് മോൻ ഏതാണ് ഏറെ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇനിയിപ്പോ ചോദിക്കാതെ പോകുന്ന കേൾക്കത്തില്ല. ഈ ഹെയർ സ്റ്റൈലിന്റെ എന്താണ് അതിന്റെ ഒരു പുറകിലിരിക്കുന്ന രഹസ്യം? ഒന്നുമില്ല, എനിക്ക് ചെറുപ്പത്തിലെ പിന്നെ എല്ലാരും പറയും കട്ട് ചെയ്യരുത് എന്ന് പറയും. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യുന്നു പറയും, വലിയ മുടി എന്നൊക്കെ പറയും. കൂടുതൽ ആൾക്കാരും പറയലേ അവനിക്ക് ഭംഗിയാണ് ആ ഒരു മുടി എന്ന് പറയും. പക്ഷെ പാടുന്നതിന് മുന്നേ അവന് മുടി, നമുക്ക് ആ മുടിന്റെ ഒരു ഭംഗി കൊണ്ട് നമ്മൾ വളർത്തിയതാ, അല്ലാതെ പാടുന്നത് കൊണ്ട് വളർത്തിയതല്ല. പിന്നെ അത് കണ്ടിട്ട് അങ്ങനെ വന്നു. ഇനി നമുക്ക് നൂറിലേക്ക് വരാം. നൂറി അല്ലേ? ഓക്കെ, നൂറി നിസ. നമ്മുടെ മോളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപകാരം അല്ലേ അല്ലേ അതിലേക്കൂടി പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. ആ പാട്ട് രണ്ടുപേരും ഒന്ന് മൂളാവോ? ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപഘാതം പകരുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ, നമ്മുടെ കൽബെന്തിനാ. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ,
അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന ഖൽബെന്തിനാ, നമ്മുടെ ഖൽബെന്തിനാ. കാര്യങ്ങളും ഇപ്പോൾ അതിന് നമുക്കുള്ള ഒരുപാട് അവസരങ്ങളും താങ്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ. ആ സമയത്ത് അവസരങ്ങൾ ഇല്ലാന്നല്ല, നമ്മുടെ ഇന്നത്തെ അതിഥി മാപ്പിളപ്പാട്ട് രംഗത്ത് തൻ്റെതായ ശൈലി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ഒരു കുടുംബമാണ്. നിസാം തളിപ്പറമ്പും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് നമ്മുടെ അതിഥി. മുഴുവൻ പ്രേക്ഷകരും നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്കും നമ്മുടെ കുടുംബവിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. അതിലേക്ക് മുഴുവൻ പേർക്കും സ്വാഗതം. താങ്ക് യു. നമുക്കൊരു പാട്ടിലേക്ക് കൂടി തുടങ്ങാം. തീർച്ചയായിട്ടും. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. നമ്മുടെ തുടക്കത്തിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഒരുപാട് വേദികൾ ഇപ്പോൾ വിദേശത്തായാലും നമ്മുടെ കേരളം മുഴുവനും ഇന്ത്യയിലൊക്കെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോഴ് നിറഞ്ഞു നിൽക്കുമ്പോൾ താങ്കൾ തുടക്കം ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു മാപ്പിളപ്പാട്ടിലേക്ക് അല്ലേ? ഇന്ന് ആ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുമ്പോൾ ആ കുട്ടിക്കാലത്തെ നമുക്കന്ന് അറിയാം, വോയിസ് പോലും രൂപപ്പെട്ടിട്ടുണ്ടാവില്ല കുട്ടി വോയിസിൽ ഒന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്കൂൾ കലോത്സവം, അതുപോലെ യുവജനോത്സവ വേദി, അതുപോലെ മദ്രസയിലൊക്കെ പാടുന്ന രീതിയിലാണ് അന്ന് പാടി തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പാട്ട് പഠിക്കാനോ ഇന്നത്തെ പോലെ ഒരു സൗകര്യമൊന്നുമില്ല. നമ്മൾ പാട്ട് കേട്ട് അവരുടെ അടുത്ത് പോയി എഴുതി കേട്ട് അവിടെ തന്നെ പഠിച്ച് ഒരുപാട് ദിവസം പഠിക്കേണ്ട ഒരു ഇതാണ്. ഇന്ന് നേരെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാട്ട് വേണമെങ്കിൽ അത് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് കിട്ടും. അതെ അതെ, പഠിക്കാനും എല്ലാം എളുപ്പമാണ്. പക്ഷേ എൻ്റെയൊക്കെ സമയത്ത് അങ്ങനെ പാട്ടൊക്കെ പഠിക്കാനും അല്ല, സിഫ്ര അത് പറയുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സമയത്തൊക്കെ പാട്ടൊക്കെ പഠിക്കുന്നത്. ഇന്ന് കാണുന്ന പോലെ നമുക്ക് യൂട്യൂബിൽ കേട്ട് പഠിക്കാനോ, നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഏത് സോങ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ച് നമുക്ക് കേട്ട് പഠിക്കാനോ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റൂല. കാരണം മൊബൈലിൽ പോലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കേട്ട് പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്നേരം. ആ കുട്ടിക്കാലത്ത് ഇപ്പൊ ഈ ഒരു മാപ്പിളപ്പാട്ട് ഇപ്പോ ഇറങ്ങുമ്പോഴേ തന്നെ ഈ കുട്ടികളുടെ മാപ്പിളപ്പാട്ടില് താങ്കളുടേതായിരുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് അല്ലേ? ആ ഓർമ്മകളൊന്നൊരു. അത് ഫസ്റ്റ് ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഇക്കാമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ആണ്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ഒന്നുമില്ല, ഓഡിയോ കാസറ്റാണ്, ഇങ്ങനെ റോള് ചെയ്യുന്ന ഓഡിയോ കാസറ്റ്. CD പോലെ അന്നേരം വരുന്നതേ ഉള്ളൂ. ഓഡിയോ കാസറ്റ് 10 പാട്ട്, എൻ്റെ പാട്ട്, ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾ, ഞാൻ പാടുന്ന വെച്ചാൽ മുമ്പുള്ള ആൾക്കാർ പാടിയിട്ടുള്ള പാട്ടുകൾ 10 പാട്ടുകൾ. കാലിക്കറ്റ് ജോയി ഏട്ടനാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. നമ്മുടെ ബാപ്പു വെളിവറമ്പ് മൂപ്പരാണ് അത് വർക്ക് ചെയ്തത്. ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത് നമ്മുടെ തായ്നേരി, എൻ്റെ ഗുരുക്കന്മാരിൽപ്പെട്ട ഒരാൾ അസീസ് തായ്നേരി മൂപ്പരാണ് ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത്. അങ്ങനെ 10 പാട്ടുകളും എൻ്റെ പാട്ടായിരുന്നു. ആ ടൈമിൽ ഫസ്റ്റ് കുട്ടികളുടെ ഒരു പാട്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് മീഡിയയിലേക്ക് വരുന്നത് എൻ്റെ പാട്ടുകൾ അടങ്ങിയിട്ടുള്ള കാസറ്റാണ്. അതിനുശേഷമാണ് പിന്നെ ഡം ഡം ഡിക, നാസ്നിൻ അവരൊക്കെ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇറങ്ങുന്നത്. ഈ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ പഠനകാലത്ത് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ ഈ സംസ്ഥാന യുവജനോത്സവത്തിൽ താങ്കളും നമ്മുടെ ഇന്നത്തെ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസും താങ്കൾ കൂടിയായിരുന്നു മാറ്റിവെച്ചത് അല്ലേ? ആ ഓർമ്മകളെ ഒന്ന്. അത് സ്റ്റേറ്റിൽ എനിക്ക് ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് കിട്ടി. അങ്ങനെ അവിടെ എത്തി. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് 2 ആൾക്കാണ് കിട്ടുന്നത്, 2 പേരാണ് കിട്ടുന്നത്, എനിക്കും അതുപോലെ വിനീത് ശ്രീനിവാസും. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ ഒന്നിച്ച് മത്സരിച്ച് അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് അവനാണ്, സെക്കൻഡ് എനിക്കും. ആ പാട്ടിപ്പോഴും ഓർമ്മയുണ്ടോ? നമുക്ക് റഹ്മത്തുല്ലാലമീനായി ദൂതർ സ്തനം കൊടുത്തിടമുണ്ട്, ദിനം തന്നിലുമയുണ്ട് മാതാ വിനത്തൂതെ പോതില്ലറിന്തൂത് ചിത്തിരമൊത്ത് മുഹത്ത് സുവൈബത്തുൽ അസ്ലമിയ ബിന്ത് ഇശലുമിയ
വന്ന് കൊടുത്ത് മുലപ്പാല് കുടിത്ത് മതി വരെ ഹലിമാബി ഒഴികെ രണ്ടാൾ എന്നൊടുങ്ങുന്ന പാട്ടാണ്. അങ്ങനെ പാടിയ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ആ പാട്ട് പാടാൻ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാനന്നേരം തായനേരി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മധുമാഷാണ്. മധുമാഷനെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. മത്സരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ എനിക്ക് പനി വന്നിട്ട് ഒരു ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് മാഷ് നമ്മളൊരു പാർക്കിൽ പോയി ഇരുന്നിട്ട് എന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് മൂപ്പര് പോയി ഗുളിക വാങ്ങിക്കൊണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ്. ഇന്ന് ഞാൻ എൻ്റെ മധുമാഷിനെ ഓർക്കുകയാണ്. ഹിന്ദി മാഷാണ്. നമ്മുടെ നമുക്കറിയാം ഈ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല, വളരെ ദുർബലമാണ്. നമുക്ക് ഇപ്പോഴും തിരിച്ചിട്ടാണ് അല്ലെ സിബ്രാനും മക്കത്തും ഇങ്ങോട്ട് വരികയാണ് അവസരം, നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ശാസ്ത്രീയ പഠനരംഗത്ത് താങ്കൾ ഉണ്ടായിരുന്നു പാട്ടിന്റെ കാര്യം? ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് വടകര കൃഷ്ണദാസ് മൂപ്പരടുത്തു നിന്ന് കുറച്ച് ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്, പിന്നെ പഠിച്ചിട്ടില്ല. സംഗീതം തന്നെ പഠിച്ചാൽ തീരാത്തതാണ്, ഒരുപാട് പഠിച്ചാൽ അതിന് അറ്റം ഉണ്ടാവില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു പഠിക്കാത്തതിൻ്റെ ഇതിപ്പം ഞാൻ മകനോട് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ക്ലാസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. നിസാംക്കയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി അല്ലെ, ആദ്യത്തെ നമ്മുടെ ഒരു മാപ്പിളപ്പാടിന്റെ ഒരു ഷോ ആയിരുന്നു, റിയാലിറ്റി ഷോ. അതിനെ കുറിച്ചിട്ട് റിയാലിറ്റി ഷോയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് മൈലാഞ്ചിയിലാണ്. അതിനു മുന്നേ പട്രുമാലിൻ്റെ റിയാലിറ്റി ഷോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും ഞാൻ മത്സരത്തിനായിട്ട് പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഏഷ്യാനെറ്റിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ മത്സരിച്ചു, നല്ല നല്ല പാട്ടുകൾ അതിൽ പാടാൻ പറ്റി. നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങളും ഷെയർ ആണ്. വീണ്ടും വരാം. അപ്പോൾ ഇവിടെ ഇനി അടുത്തയാൾ ഭാര്യ എന്ന രീതിയിൽ നമുക്ക് ഈ രംഗത്ത് സജീവമാണ് അല്ലെ, മാപ്പിളപ്പാട്ട് രംഗത്ത്. അതിനെക്കുറിച്ച് ചെറുപ്പത്തിലേ പാടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫാമിലിയിൽ വന്നപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ചെറുതിലെ പാടുമായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ 2ാം ക്ലാസ്സിനൊക്കെ ആ ഒരു ടൈമിൽ പാടുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചത് ഇത് പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബ് അങ്ങനെ ഒന്നുമില്ല. ആ സമയത്ത് ഉമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. ഉമ്മ പാടുവോ? ഉമ്മ അത്യാവശ്യം പാടും. ഉമ്മ ഒരു എഴുത്തുകാരിയാണ്. ഉമ്മാന്റെ പേര് നഫീസ മടിക്കുന്നാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഉമ്മ എഴുതുമായിരുന്നു. ആ സമയത്ത് ഉമ്മാന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചെറുതിൽ ചുഗാൻ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ബ്രദർ പാടുന്നതാണ്. അപ്പൊ നമ്മൾ രണ്ടാളും ഒന്നിച്ചിട്ടാണ് പാടാനൊക്കെ പോകുന്നത് നോക്കുന്നത്. പിന്നെ സ്കൂളിൽ ഇതേ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ സ്റ്റേറ്റ് ലെവലില് +2 ടൈമില് എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. സ്കൂളിൽ എന്തൊക്കെയുണ്ടോ പാട്ടുമായിട്ടുള്ള എല്ലാ ബന്ധമുള്ള എല്ലാ ഐറ്റം എല്ലാത്തിലും പങ്കെടുക്കും. ക്ലാസിക്കല് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിപിൻ മാസ്റ്ററാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. അത് സ്കൂൾ ബേസിൽ തന്നെ അവരെന്നെ പിന്നെ ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പാടുന്ന കുട്ടികൾക്ക് സ്കൂളിന്റെ ചെലവിൽ തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. നീലേശ്വരായിരുന്നു സാറ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ക്ലാസിക്കല് വിപിൻ മാസ്റ്ററാണ്. ഞാൻ ശരിക്കും ചെറുവത്തൂരാണ്. അപ്പോൾ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തു. അവിടെ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി. ഞാൻ വൊക്കേഷണലാണ് പഠിച്ചത് +2. അപ്പോൾ ആ സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ 2 വർഷം മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കൂടി പ്രഷർ കൊടുക്കാതെ പോയാൽ അവർ ചോദിക്കും. ശരിക്കും കറക്റ്റ് ഓർമ്മ. ഉറ്റസാലി സ്വരു പട്ടം കൂടി ചുമലിട്ട് ചാടി കടുപ്പത്തിലെ ഊറ്റമുറ്റെ പുളി മാട്ടി വിട്ട് കടു ചാട്ടമട്ട മുഷരത്തിലെ ഒറ്റ വിട്ട് കൊടുത്തിട്ട് പറ്റി ഹജ കട്ടില ചെടിയും മറ്റതായി ഓടുകിറുമിടക്കിടൻ സിറുമിടെ കൂടിപ്പണി മുറിയായതായി. എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല അല്ലെ, ലളിതഗാനം ഉൾപ്പെടെ അല്ലെ കൈ നോക്കിയിട്ടുണ്ട്. ഒരു ലളിതഗാനം കൂടി നമുക്ക് ഏതോ പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ ഏതോ പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. പ്രണയിച്ച് വിവാഹം കഴിഞ്ഞവരാണ്.
അതിനെ കുറിച്ച് കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്താല്. അത് ഞാൻ പറയാം, നീ പറഞ്ഞത്. രണ്ടുപേർക്കും പറയാനുണ്ടാവുമല്ലോ, രണ്ടുപേർക്കും പറയാനുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് വളരെ ചെറുതിലുള്ളൊരു പ്രണയമാണ്. അതെ, പ്രണയം പറയാൻ പറ്റൂലല്ലോ. ചെറുതില് കാണുന്നതാണ് ഞാൻ. അന്ന് ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഗുരു അസിസ്ഖാനാണ് എന്റെയും ഗുരു. ഞാൻ ഓർക്കസ്ട്രയിൽ പാടുന്നത് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അവിടെ ഒരു പാരഡി പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ കുട്ടികളുടെ പേര് വെച്ചിട്ട് ആശംസാ പാട്ടുകൾ. ആ സമയത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന അവിടെ തന്നെ വൈകുന്നേരം വന്നിട്ട് അവിടുന്ന് ബാക്കി ടൈം പാടും. ഇവള് ചെറുപ്പത്തൂരാണ്. അപ്പൊ അങ്ങനെ ഇവർ ഇടക്കിടക്ക് വരും. ശനി ഞായർ ഇവര് അവിടെ വരും. അവര് പ്രോഗ്രാമിനൊക്കെ വരും. അന്നേരം ഇവള് ചെറുതാണ്. അന്നേരം എത്ര ക്ലാസ് പഠിക്കുന്നത്? അപ്പം വളരെ ചെറുതാണ്. ആ സമയത്തേ ഉള്ളൊരു ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൂടി. പിന്നെ എന്താ പറയാ, അതിനിടക്ക് പിന്നെ ആ ചെറുതില് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് ചില ഓരോ നാളോടുള്ള ഇഷ്ടം നമുക്കത് എന്തിലെങ്കിലും ആയിരിക്കാം. അതൊരു സൗന്ദര്യം നമ്മളൊന്നുമല്ല, നമ്മൾക്കൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. അതെ. അപ്പൊ എനിക്ക് അന്നേരം ഞാന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കൂടുതലും നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പോകും. എൻ്റെ ബ്രദറും കൂടി ഉണ്ടാവും. എൻ്റെ ബ്രദറിന്റെ അടുത്ത ഫ്രണ്ടാണ് ചുക. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒന്നിച്ച് കളിക്കും. റെക്കോർഡിങ്ങിന് പാടാൻ മാത്രം പോകും. പിന്നെ നമ്മൾ കളികളായി. അപ്പൊ ആ ഒരു കളിക്കൂട്ട് അങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നെ അത് കുറച്ച് വലുതായപ്പോ പിന്നെ ഒരു ഇഷ്ടമായി മാറി. പിന്നെ ഭയങ്കര കോലാഹലം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാരണം കുടുംബത്തില് ആദ്യം സമ്മതമൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും ഉണ്ടായിട്ടില്ല. ഒന്നാമത് എന്റെ വീട്ടിൽ പറയുന്നു പാട്ടുകാരനാണ്, ഇവരെ വീട്ടിൽ പറയുന്നു പാട്ട് പാടുന്ന ഒരു കുട്ടി എന്നുള്ളത്. കാരണം നമ്മളെ ചിലയൊരു ആൾക്കാർക്ക് തന്നെ പാട്ട് പാടുന്നതിനോട് ആദ്യമൊക്കെ ഇങ്ങനെ. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ചോദിക്കട്ടെ, ഇപ്പോഴാ അതൊക്കെ മാറി മറിഞ്ഞ് ഒന്നായില്ലേ കുടുംബങ്ങള്? പക്ഷെ രണ്ട് ഫാമിലിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ കല്യാണം തീരുമാനിച്ച മുതലേ അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തുടക്കത്തിൽ അത് വീട്ടുകാരല്ല, വീട്ടിലെന്ന് പറയുന്നില്ല, പുറത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അവരൊക്കെ വാക്കുകൾ കേട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് അവർക്കൊക്കെ അഭിമാനത്തോടെ അതുപോലെ തന്നെ എനിക്ക് ചുകാന്റെ വീട്ടുകാരായാലും, കാരണം നമുക്ക് എപ്പോഴും നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായിരിക്കണം സപ്പോർട്ട് ഉണ്ടാവേണ്ടത്. നമ്മളെ വീട്ടിൽ എന്തായാലും ആ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാവരായാലും ഇവര് 9 മക്കളാണ്. പിന്നെ അപ്പൊ ഈ ഏട്ടന്മാരായാലും പിന്നെ പെങ്ങന്മാരായാലും ഒരുപാട് സപ്പോർട്ടാണ്. ഡ്രസ്സിന്റെ കാര്യമൊക്കെ അവർ ഇങ്ങോട്ട് ചൂസ് ചെയ്യാൻ പറയും. ഇന്നത് ഇട്ടൂടെ നമുക്ക് ചെയ്യും. ഒരുപാട് സപ്പോർട്ടാണ്. ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഉമ്മ അത്യാവശ്യം പാടും. പഴയ പാട്ടുകളൊക്കെ പഴയ കാലത്ത് അവരെ കല്യാണ വീട്ടിൽ അവരെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ട് സബീന പാട്ടൊക്കെ പാടലുണ്ടെന്ന്. അപ്പൊ നമുക്കിപ്പൊ പാടിത്തരും ഈ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ ഇനി അടുത്ത സിഫ്രാനിലേക്ക് വരാം. നമ്മുടെ ഒരു പരിധി വരെ ചിലപ്പോഴ് നിസാം ഖാനേക്കാളും കടത്തി വെട്ടിയിട്ട് അല്ല, ഞാനിപ്പോ പുറത്തു അല്ല എന്നോട് പോകുമ്പോ ചില സിഫ്രാന്റെ ഉപ്പയല്ലെന്ന് ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കും അനുഭവമുണ്ടായി. നമ്മുടെ ആദിലത്തൊക്കെ അടിച്ചു അവിടെ പോയി സംസാരിക്കുമ്പോൾ ഇതുപോലെ സിഫ്രാനെ കുറിച്ചിട്ടായിരുന്നു അവരുടെ മകനും ചർച്ച ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മുടെ സിഫ്രാൻ ആദ്യം നമ്മുടെ പൂമരം എന്ന പാട്ടിലേക്ക് കൂടി അല്ലേ, അതും എനിക്ക് തോന്നുന്നു 4 വയസ്സിൽ പാടിയിട്ട് വളരെ ഇതായതാണ്. ആ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്കൊന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാം. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി.
കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി, അവൾ എന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. നമ്മുടെ സിഫ്രാനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഇപ്പോഴും ഏറെ നമുക്ക് മുമ്പിലെടുത്ത് വെക്കാവുന്ന രീതിയിൽ 2 സിനിമകളിൽ അല്ലെ വേറെ സാന്നിധ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിലൊന്നായിരുന്നു നമ്മുടെ വിനിയൻ സംവിധാനം ചെയ്തിട്ടുള്ള മണിച്ചേട്ടൻ്റെ അല്ലെ. അതിനെ കുറിച്ചൊന്ന് അനുഭവങ്ങൾ. അതില് മണിച്ചേട്ടനും പ്രണയിച്ച ഒരു പെണ്ണിന്റെ മോനായിട്ടായിരുന്നു ഞാൻ. ആ സമയം ഹാഗൊന്നും ഉണ്ടായിട്ടില്ല. ശരിയാണ്. ആ സമയത്ത് അതിന്റെ ഒരു കഥ പറയാനുണ്ട്. അവന് ആ സമയത്ത് ഇങ്ങനെ ഹെയർ കൂടുതലുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ അവസരം പെട്ടെന്നാണ് വരുന്നത്. ഇപ്പൊ എറണാകുളത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വേറെ ആള് മുഖേനാണ് വിളിച്ചത്. ഒരു നിസാർ വടകര എന്നുള്ളൊരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അവരാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു ഷൂട്ട് ഉണ്ട്, അപ്പൊ മോന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചു. ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോ എറണാകുളത്ത് എത്തണം, അവരൊരു സാറിനെ ഒന്ന് കാണണം. അപ്പൊ ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു 10 മണിക്കാണ് നമ്മളത് കിട്ടുന്നത്. അപ്പാടെ നമ്മള് രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് വേറെ ഫ്രണ്ടിനെ കൂട്ടി പോയി. അങ്ങനെ പോയി നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടി പോയതാണ്. അവിടെ എത്തിപ്പോയി. അപ്പം മൂപ്പർക്ക് ഓക്കെ ആയ അവിടെ നിന്ന് ഈ ഹെയർ ഒക്കെ കട്ട് ചെയ്യണം, ചെറിയ എന്നിട്ട് ആ പടത്തില് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം കട്ട് ചെയ്തില്ല. നമ്മളിവിടുന്ന് പോകുമ്പോ തന്നെ കുറച്ച് ബാലൻസ് ചെയ്ത് പോയി. അവിടെ എത്തി പറഞ്ഞാ കട്ട് ചെയ്യാന്ന് വെച്ചു. പിന്നെ അവിടെ എത്തിയപ്പോ പറഞ്ഞു നമുക്കത് മേക്കപ്പിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞു. അതാണ് നൂറിബി എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ലൊക്കേഷന്റെയും കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ വിനയൻ അങ്കിള് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഞാൻ കണ്ടു. ധർമ്മജൻ അങ്കിൾ, പിഷാരടി ചേട്ടൻ, പിന്നെ കുറെ ആൾക്കാരെ കണ്ടു. പിന്നെ വിനയൻ അങ്കിൾ എന്നെ ഇടക്കിടക്ക് സിഫ്രു അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ടായി. പിന്നെ അവിടുന്ന് എനിക്ക് കുറെ ചോക്ലേറ്റ് തന്നിരുന്നു. ഇതൊക്കെയാണ് അനുഭവങ്ങൾ. പിന്നെ മറ്റൊരു പടം അതുപോലെ തന്നെ അമ്പിളി അല്ലേ. അപ്പൊ അതില് ലൊക്കേഷൻ ഒക്കെ നമ്മുടെ മണാലി ഉൾപ്പെടെ അല്ലേ. അതൊക്കെ ഓർമ്മയുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു പഠിത്തായിരുന്നു അല്ലേ? കുറച്ച് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടമായിരുന്നല്ലോ. അതില് സൗബിന് കണ്ടിന്, നവീൻ കണ്ടു. ഷൂട്ട് മണാലിയിലാണ് ഉണ്ടായത്. അതിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ് ആണ്. മണാലി എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാം. ഐസൊക്കെ എടുത്ത് ഞാന് പപ്പാനെ ഉയർത്തേക്കുണ്ടായിരുന്നു. ഇവിടെ അമ്പിളി കടക്കാന്ന് പറയുന്ന അവകേക്കുമ്പോഴത്തെ വീഡിയോ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. സിഫ്രാൻ ഇവിടെ ഇപ്പോഴ് പാടുകയും ചെയ്തു, പാടിയിട്ടും പ്രേക്ഷകർ സ്വീകരിച്ചു, ഇപ്പൊ അഭിനയിച്ചിട്ടും സ്വീകരിച്ചു. ഇതില് മോനേതാണ് ഏറെ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇനിയിപ്പോ ചോദിക്കാതെ പോകുന്ന കേൾക്കത്തില്ല. ഈ ഹെയർ സ്റ്റൈലിന്റെ എന്താണ് അതിന്റെ ഒരു പുറകിലിരിക്കുന്ന രഹസ്യം? ഒന്നുമില്ല, എനിക്ക് ചെറുപ്പത്തില് പിന്നെ എല്ലാരും പറയും കട്ട് ചെയ്യരുത് എന്ന് പറയും. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യുന്നു പറയും, വലിയ മുടി എന്നൊക്കെ പറയും. കൂടുതൽ ആൾക്കാരും പറയല്ലേ അവനിക്ക് ഭംഗിയാണ് ആ ഒരു മുടി എന്ന് പറയും. പക്ഷെ പാടുന്നതിന് മുന്നേ അവന് മുടി, നമുക്ക് ആ മുടിന്റെ ഒരു ഭംഗി കൊണ്ട് നമ്മൾ വളർത്തിയതാ, പാടുന്നത് കൊണ്ട് വളർത്തിയതല്ല. പിന്നെ അത് കണ്ടിന്യൂയിട്ട് അങ്ങനെ വന്നു. ഇനി നമുക്ക് നൂറിലേക്ക് വരാം. നൂറി അല്ലേ? ഓക്കെ, നൂറി നിസ. നമ്മുടെ മോളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപകാരം അല്ലേ അല്ലേ അതിലേക്കൂടി പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. ആ പാട്ട് രണ്ടുപേരും ഒന്ന് മൂളാവോ? ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപഘാതം പകരുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ, നമ്മുടെ കൽബെന്തിനാ. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ,
ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന ഖൽബെന്തിനാ, നമ്മുടെ ഖൽബെന്തിനാ. കാര്യങ്ങളും ഇപ്പോൾ അതിന് നമുക്കുള്ള ഒരുപാട് അവസരങ്ങളും താങ്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ. ആ സമയത്ത് അവസരങ്ങൾ ഇല്ല എന്നല്ല, നമ്മുടെ ഇന്നത്തെ അതിഥി മാപ്പിളപ്പാട്ട് രംഗത്ത് തൻ്റെതായ ശൈലി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ഒരു കുടുംബമാണ്. നിസാം തളിപ്പറമ്പും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് നമ്മുടെ അതിഥി. മുഴുവൻ പ്രേക്ഷകരും നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്കും നമ്മുടെ കുടുംബവിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. അതിലേക്ക് മുഴുവൻ പേർക്കും സ്വാഗതം. താങ്ക് യു. നമുക്കൊരു പാട്ടിലേക്ക് കൂടി തുടങ്ങാം. തീർച്ചയായിട്ടും. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. നമ്മുടെ തുടക്കത്തിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഒരുപാട് വേദികൾ ഇപ്പോൾ വിദേശത്തായാലും നമ്മുടെ കേരളം മുഴുവനും ഇന്ത്യയിലൊക്കെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോഴ് നിറഞ്ഞു നിൽക്കുമ്പോൾ താങ്കൾ തുടക്കം ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു മാപ്പിളപ്പാട്ടിലേക്ക് അല്ലേ? ഇന്ന് ആ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുമ്പോൾ ആ കുട്ടിക്കാലത്തെ നമുക്കന്ന് അറിയാം, വോയിസ് പോലും രൂപപ്പെട്ടിട്ടുണ്ടാവില്ല കുട്ടി വോയിസിൽ ഒന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സ്കൂൾ കലോത്സവം, അതുപോലെ യുവജനോത്സവ വേദി, അതുപോലെ മദ്രസയിലൊക്കെ പാടുന്ന രീതിയിലാണ് അന്ന് പാടി തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പാട്ട് പഠിക്കാനോ ഇന്നത്തെ പോലെ ഒരു സൗകര്യമൊന്നുമില്ല. നമ്മൾ പാട്ട് കേട്ട് അവരുടെ അടുത്ത് പോയി എഴുതി കേട്ട് അവിടെ നിന്ന് തന്നെ പഠിച്ച് ഒരുപാട് ദിവസം പഠിക്കേണ്ട ഒരു ഇതാണ്. ഇന്ന് നേരെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാട്ട് വേണമെങ്കിൽ അത് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് കിട്ടും. അതെ അതെ, പഠിക്കാനും എല്ലാം എളുപ്പമാണ്. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പ സമയത്ത് അങ്ങനെ പാട്ടൊക്കെ പഠിക്കാനും അത് ജിഫ്ര അത് പറയുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സമയത്തൊക്കെ പാട്ടൊക്കെ പഠിക്കുന്നത്. ഇന്ന് കാണുന്ന പോലെ നമുക്ക് യൂട്യൂബിൽ കേട്ട് പഠിക്കാനോ, നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഏത് സോങ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ച് നമുക്ക് കേട്ട് പഠിക്കാനോ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റൂല. കാരണം മൊബൈലിൽ പോലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് കേട്ട് പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അന്നേരം. ആ കുട്ടിക്കാലത്ത് ഇപ്പൊ ഈ ഒരു മാപ്പിളപ്പാട്ട് ഇപ്പൊ ഇറങ്ങുമ്പോഴേ തന്നെ ഈ കുട്ടികളുടെ മാപ്പിളപ്പാട്ടില് താങ്കളുടേതായിരുന്നു ആദ്യമായിട്ട് ഇറങ്ങിയത് അല്ലേ? ആ ഓർമ്മകളൊന്നൊരു. അത് ഫസ്റ്റ് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഇക്കാമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ആണ്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ഒന്നുമില്ല, ഓഡിയോ കാസറ്റാണ്, ഇങ്ങനെ റോള് ചെയ്യുന്ന ഓഡിയോ കാസറ്റ്. CD പോലെ അന്നേരം വരുന്നതേ ഉള്ളൂ. ഓഡിയോ കാസറ്റ് 10 പാട്ട്, എൻ്റെ പാട്ട്, ഞാൻ പാടിയിട്ടുള്ള പാട്ടുകൾ, ഞാൻ പാടുന്ന വെച്ചാൽ മുമ്പുള്ള ആൾക്കാർ പാടിയിട്ടുള്ള പാട്ടുകൾ 10 പാട്ടുകൾ. കാലിക്കറ്റ് ജോയി ഏട്ടനാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. നമ്മുടെ ബാപ്പു വെളിവറമ്പ് മൂപ്പരാണ് അത് വർക്ക് ചെയ്തത്. ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത് നമ്മുടെ തായനേരി, എൻ്റെ ഗുരുക്കന്മാരിൽപ്പെട്ട ഒരാൾ അസീസ് തായനേരി മൂപ്പരാണ് ആ ഒരു വർക്കിലേക്ക് എന്നെ എത്തിച്ചത്. അങ്ങനെ 10 പാട്ടുകളും എൻ്റെ പാട്ടായിരുന്നു. ആ ടൈമിൽ ഫസ്റ്റ് കുട്ടികളുടെ ഒരു പാട്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് മീഡിയയിലേക്ക് വരുന്നത് എൻ്റെ പാട്ടുകൾ അടങ്ങിയിട്ടുള്ള കാസറ്റാണ്. അതിനുശേഷമാണ് പിന്നെ ഡം ഡം ഡിക, നാസ്നിൻ അവരൊക്കെ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇറങ്ങുന്നത്. ഈ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ പഠനകാലത്ത് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ ഈ സംസ്ഥാന യുവജനോത്സവത്തിൽ താങ്കളും നമ്മുടെ ഇന്നത്തെ സംവിധായകരും ഒക്കെ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസും താങ്കൾ കൂടിയായിരുന്നു മാറ്റിവെച്ചത് അല്ലേ? ആ ഓർമ്മകളെ ഒന്നത്. അത് സ്റ്റേറ്റിൽ ആ ഒരു എനിക്ക് ഇവിടുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് കിട്ടി. അങ്ങനെ അവിടെ എത്തി. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് 2 ആൾക്കാണ് കിട്ടുന്നത്, 2 പേരാണ് കിട്ടുന്നത്, എനിക്കും അതുപോലെ വിനീത് ശ്രീനിവാസും. അങ്ങനെ അവിടെ എത്തി. അങ്ങനെ നമ്മളൊന്നിച്ച് മത്സരിച്ച് അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് അവനാണ്, സെക്കൻഡ് എനിക്കും. ആ പാട്ടിപ്പോഴും ഓർമ്മയുണ്ടോ? റഹ്മത്തുല്ലാലമീനായി ദൂതർ സ്തനം കൊടുത്തിടമുണ്ട്, ദിനം തന്നിലുമയുണ്ട് മാതാ വിനത്തൂതെ പോതില്ലറിന്തൂത് ചിത്തിരമൊത്ത് മുഹത്ത് സുവൈബത്തുൽ അസ്ലമിയ
ബിന്ത് ഇശലുമിയ വന്ത് കൊടുത്ത് മുലപ്പാല് കുടിത്ത് മതി വരെ ഹലിമാബി ഒഴികെ രണ്ടാൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അങ്ങനെ പാടിയ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞാനന്നേരം തായനേരി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ മധുമാഷയാണ്. മധുമാഷനെ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. മത്സരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ എനിക്ക് പനി വന്നിട്ട് ഒരു ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് മാഷ് നമ്മളൊരു പാർക്കിൽ പോയി ഇരുന്നിട്ട് എന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് മൂപ്പര് പോയി ഗുളിക വാങ്ങിക്കൊണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയാണ്. ഇന്ന് ഞാൻ എൻ്റെ മധുമാഷിനെ ഓർക്കുകയാണ്. ഹിന്ദി മാഷാണ്. നമ്മുടെ നമുക്കറിയാം ഈ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല, വളരെ ദുർബലമാണ്. നമുക്ക് ഇപ്പോഴും തിരിച്ചിട്ടാണ് അല്ലെ, സിബ്രാനും മക്കത്തുവാനും ഇങ്ങോട്ട് വരികയാണ് അവസരം. നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഈ ശാസ്ത്രീയ പഠന രംഗത്ത് താങ്കൾ ഉണ്ടായിരുന്നു പാട്ടിന്റെ കാര്യം? ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് വടകര കൃഷ്ണദാസ് മൂപ്പരടുത്തുനിന്ന് കുറച്ച് ആ സമയത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിച്ചിട്ടില്ല. സംഗീതം തന്നെ പഠിച്ചാൽ തീരാത്തതാണ്. ഒരുപാട് പഠിച്ചാൽ അതിന് അറ്റം ഉണ്ടാവില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം ആ ഒരു പഠിക്കാത്തതിൻ്റെ ഇതിപ്പം ഞാൻ മകനോട് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ക്ലാസ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി. നിസാംക്കയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി അല്ലെ, ആദ്യത്തെ നമ്മുടെ ഒരു മാപ്പിളപ്പാടിന്റെ ഒരു ഷോ ആയിരുന്നു, റിയാലിറ്റി ഷോ. അതിനെ കുറിച്ചിട്ട് റിയാലിറ്റി ഷോയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് മൈലാഞ്ചിയിലാണ്. അതിന് മുന്നേ പട്രുമാലിൻ്റെ റിയാലിറ്റി ഷോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ മത്സരത്തിനായിട്ട് പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഏഷ്യാനെറ്റിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ മത്സരിച്ചു. നല്ല നല്ല പാട്ടുകൾ അതിൽ പാടാൻ പറ്റി. നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങളും ഷെയർ ആണ്. വീണ്ടും വരാം. അപ്പോൾ ഇവിടെ ഇനി അടുത്തയാൾ ഭാര്യ എന്ന രീതിയിൽ നമുക്ക് ഈ രംഗത്ത് സജീവമാണ് അല്ലെ, മാപ്പിളപ്പാട്ട് രംഗത്ത്. അതിനെക്കുറിച്ച് ചെറുപ്പത്തിലേ പാടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഫാമിലിയിൽ വന്നപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ചെറുതിലെ പാടുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ 2ാം ക്ലാസ്സിനൊക്കെ ആ ഒരു ടൈമിൽ പാടുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചത് ഇത് പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബ് അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് ഉമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. ഉമ്മ പാടുവോ? ഉമ്മ അത്യാവശ്യം പാടും. ഉമ്മ ഒരു എഴുത്തുകാരിയാണ്. ഉമ്മാന്റെ പേര് നഫീസ മടിക്കുന്നാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഉമ്മ എഴുതുമായിരുന്നു. ആ സമയത്ത് ഉമ്മാന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ചെറുതിൽ ചുഗാൻ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ബ്രദർ പാടുന്നതാണ്. അപ്പം നമ്മൾ രണ്ടാളും ഒന്നിച്ചിട്ടാണ് പാടാനൊക്കെ പോകുന്നത് നോക്കുന്നവർക്ക്. പിന്നെ സ്കൂളിൽ ഇതേ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ആ സ്റ്റേറ്റ് ലെവലില് +2 ടൈമില് എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. സ്കൂളിൽ എന്തൊക്കെയുണ്ടോ പാട്ടുമായിട്ടുള്ള എല്ലാ ബന്ധമുള്ള എല്ലാ ഐറ്റവും എല്ലാത്തിലും പങ്കെടുക്കും. ക്ലാസിക്കൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിപിൻ മാസ്റ്ററാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. അത് സ്കൂൾ ബേസിൽ തന്നെ അവരെന്നെ പിന്നെ ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പാടുന്ന കുട്ടികൾക്ക് സ്കൂളിന്റെ ചെലവിൽ തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. നീലേശ്വരായിരുന്നു സാറ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ക്ലാസിക്കല് വിപിൻ മാസ്റ്ററാണ്. ഞാൻ ശരിക്കും ചെറുവത്തൂരാണ്. അപ്പോൾ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തു. അവിടെ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി. ഞാൻ വൊക്കേഷനിലാണ് പഠിച്ചത് +2. അപ്പോൾ ആ സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ 2 വർഷം മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കൂടി പ്രഷർ കൊടുക്കാതെ പോയാല് അവർ ചോദിക്കും. ശരിക്കും കറക്റ്റ് ഓർമ്മ. ഉറ്റസാലി സ്വരു പട്ടം കൂടി ചുമലിട്ട് ചളിക്കടുപ്പത്തിലെ ഊറ്റമുറ്റെ പുളി മാട്ടി വിട്ട് കടു ചാട്ടമട്ട മുഷരത്തിലെ ഒറ്റ വിട്ട് കൊടുത്തിട്ട് പറ്റി ഹജ കത്തില ചെടിയും മറ്റതായി ഓടുകിറും ഇടക്കേടൻ സിറും എടെ കൂടിപ്പണി മുറിയായതായി. എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല അല്ലെ, ലളിതഗാനം ഉൾപ്പെടെ അല്ലെ കൈ നോക്കിയിട്ടായിരുന്നു. ഒരു ലളിതഗാനം കൂടി നമുക്ക് ഏതോ പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ ഏതോ പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. അല്ലെ പ്രണയിച്ച് വിവാഹം കഴിഞ്ഞവരാണ്.
അതിനെ കുറിച്ച് കൂടി ഒന്ന് നമുക്ക് ഷെയർ ചെയ്താല്. അത് ഞാൻ പറയാം, നീ പറഞ്ഞത്. രണ്ടുപേർക്കും പറയാനുണ്ടാവുമല്ലോ, രണ്ടുപേർക്കും പറയാനുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് വളരെ ചെറുതിലുള്ളൊരു പ്രണയമാണ്. അതെ, പ്രണയം എന്ന് പറയാൻ പറ്റൂലല്ലോ. ചെറുതില് കാണുന്നതാണ് ഞാൻ. അന്ന് ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ തമ്മിൽ കണ്ടതൊക്കെ എങ്ങനെയാണ്? ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഗുരു അസീസ് ഖാനാണ് എന്റെയും ഗുരു. ഞാൻ ഓർക്കസ്ട്രയിൽ പാടുന്നത് അവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അവിടെ ഒരു പാരഡി പാടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ കുട്ടികളുടെ പേര് വെച്ചിട്ട് ആശംസാ പാട്ടുകൾ. ആ സമയത്ത് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന അവിടെ തന്നെ വൈകുന്നേരം വന്നിട്ട് അവിടുന്ന് ബാക്കി ഇവള് ചെറുവത്തൂരാണ്. അപ്പൊ അങ്ങനെ ഇവർ ഇടക്കിടക്ക് വരും. ശനി ഞായർ ഇവര് അവിടെ വരും, അവര് പ്രോഗ്രാമിനൊക്കെ വരും. അന്നേരം ഇവള് ചെറുതാണ്. അന്നേരം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അപ്പം വളരെ ചെറുതാണ്. ആ സമയത്തേ ഉള്ളൊരു ആ ഒരു ഇഷ്ടം ഇങ്ങനെ കൂടി. പിന്നെ എന്താ പറയാ, അതിനിടക്ക് പിന്നെ ആ ചെറുതില് ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. നമ്മൾക്ക് ചില ഓരോ നാളോടുള്ള ഇഷ്ടം നമുക്കത് എന്തിലെങ്കിലും ആയിരിക്കാം. അതൊരു സൗന്ദര്യം നമ്മളൊന്നുമല്ല, നമ്മൾക്കൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. അതെ. അപ്പൊ എനിക്ക് അന്നേരം ഞാന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ കൂടുതലും നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ പോകും. എൻ്റെ ബ്രദറും കൂടി ഉണ്ടാവും. എൻ്റെ ബ്രദറിന്റെ അടുത്ത ഫ്രണ്ടാണ് ചുക. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒന്നിച്ച് കളിക്കും. റെക്കോർഡിങ്ങിന് പാടാൻ മാത്രം പോകും. പിന്നെ നമ്മൾ കളികളായി. അപ്പൊ ആ ഒരു കളിക്കൂട്ട് അങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നെ അത് കുറച്ച് വലുതായപ്പോ പിന്നെ ഒരു ഇഷ്ടമായി മാറി. പിന്നെ ഭയങ്കര കോലാഹലം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. കാരണം കുടുംബത്തില് ആദ്യം സമ്മറൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും ഉണ്ടായിട്ടില്ല. ഒന്നാമത് എന്റെ വീട്ടിൽ പറയുന്നു പാട്ടുകാരനാണ്, ഇവരെ വീട്ടിൽ പറയുന്നു പാട്ട് പാടുന്ന ഒരു കുട്ടി എന്നുള്ളത്. കാരണം നമ്മളെ ചിലയൊരു ആൾക്കാർക്ക് തന്നെ പാട്ട് പാടുന്നതിനോട് ആദ്യമൊക്കെ, പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ചോദിക്കട്ടെ, ഇപ്പോഴാ അതൊക്കെ മാറി മറിഞ്ഞ് ഒന്നായില്ലേ കുടുംബങ്ങള്? പക്ഷേ രണ്ട് ഫാമിലിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ കല്യാണം തീരുമാനിച്ച മുതലേ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തുടക്കത്തിലുള്ള അത് വീട്ടുകാരല്ല, വീട്ടിലെന്ന് പറയുന്നില്ല, പുറത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അവരൊക്കെ വാക്കുകൾ കേട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് അവർക്കൊക്കെ അഭിമാനത്തോട് അതുപോലെ തന്നെ എനിക്ക് ചുകാന്റെ വീട്ടുകാരായാലും, കാരണം നമുക്ക് എപ്പോഴും നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായിരിക്കണം സപ്പോർട്ട് ഉണ്ടാവേണ്ടത്. നമ്മളെ വീട്ടിൽ എന്തായാലും ആ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാവരായാലും ഇവര് 9 മക്കളാണ്. പിന്നെ അപ്പൊ ഈ ഏട്ടന്മാരായാലും പിന്നെ പെങ്ങന്മാരായാലും ഒരുപാട് സപ്പോർട്ടാണ്. ഡ്രസ്സിന്റെ കാര്യമൊക്കെ അവരെ ഇങ്ങോട്ട് ചൂസ് ചെയ്യാൻ പറയും, ഇന്നത് ഇട്ടൂടെ നമുക്ക് ചെയ്യും. ഒരുപാട് സപ്പോർട്ടാണ്. ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഉമ്മ അത്യാവശ്യം പാടും, പഴയ പാട്ടുകളൊക്കെ പഴയ കാലത്ത് അവരെ കല്യാണ വീട്ടിൽ അവരെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ട് സബീന പാട്ടൊക്കെ പാടലുണ്ടെന്ന്. അപ്പൊ നമുക്കിപ്പൊ പാടിത്തരും ഈ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നമ്മുടെ ഇനി അടുത്ത് സിഫ്രാനിലേക്ക് വരാം. നമ്മുടെ ഒരു പരിധി വരെ ചിലപ്പോഴ് നിസാം ഖാനേക്കാളും കടത്തി വെട്ടിയിട്ട് അല്ല, ഞാനിപ്പോ അല്ല എന്നോട് പോകുമ്പോ ചില സിഫ്രാന്റെ ഉപ്പയല്ലെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കും അനുഭവമുണ്ടായി. നമ്മുടെ ആദിൽ അത്തുക്ക അവിടെ പോയി സംസാരിക്കുമ്പോൾ ഇതുപോലെ സിഫ്രാനെ കുറിച്ചിട്ടായിരുന്നു അവരുടെ മകനും ചർച്ച ചെയ്ത്. അപ്പൊ ഇവിടെ നമ്മുടെ സിഫ്രാൻ ആദ്യം നമ്മുടെ പൂമരം എന്ന പാട്ടിലേക്ക് കൂടി അല്ലെ, അതും എനിക്ക് തോന്നുന്നു 4 വയസ്സിൽ പാടിയിട്ട് വളരെ ഇതായതാണ്. ആ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്കൊന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാം. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി.
കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്ന് നോക്കി അവൾ എന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്നാലും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. നമ്മുടെ സിഫ്രാനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പാട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടില്ല. നമുക്ക് നമ്മുടെ ഇപ്പോഴും ഏറെ നമുക്ക് മുമ്പിലെടുത്ത് വെക്കാവുന്ന രീതിയിൽ 2 സിനിമകളിൽ അല്ലെ വേറെ സാന്നിധ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിലൊന്നായിരുന്നു നമ്മുടെ വിനിയൻ സംവിധാനം ചെയ്തിട്ടുള്ള മണിച്ചേട്ടൻ്റെ അല്ലെ. അതിനെ കുറിച്ചൊന്ന് അനുഭവങ്ങള്. അതില് മണിച്ചേട്ടനും പ്രണയിച്ച ഒരു പെണ്ണിന്റെ മോനായിട്ടായിരുന്നു ഞാൻ. ആ സമയം ശരിയാണ്. ആ സമയത്ത് അതിനൊരു കഥ പറയാനുണ്ട്. അവന് ആ സമയത്ത് ഇങ്ങനെ ഹെയർ കൂടുതലുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ അവസരം പെട്ടെന്നാണ് വരുന്നത്. ഇപ്പൊ എറണാകുളത്ത് പെട്ടെന്ന് ഇങ്ങനെ വേറെ ആള് മുഖേനാണ് വിളിച്ചത്. ഒരു നിസാർ വടകര എന്നുള്ളൊരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അവരാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു ഷൂട്ട് ഉണ്ട്, അപ്പൊ മോന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചു. ഇന്ന് വൈകുന്നേരം 7 മണിയാകുമ്പോ എറണാകുളത്ത് എത്തണം, അവരൊരു സാറിനൊന്ന് കാണണം. അപ്പൊ ഒരുപാട് കുട്ടികൾ അവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഒരു 10 മണിക്കാണ് നമ്മളത് കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മള് രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് വേറെ ഫ്രണ്ടിനെ കൂട്ടി പോയി. അങ്ങനെ പോയി നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടി പോയതാണ്. അവിടെ എത്തിപ്പോയി. അപ്പം മൂപ്പർക്ക് ഓക്കെ ആയ അവിടെ നിന്ന് ഈ ഹെയറൊക്കെ കട്ട് ചെയ്യണം, ചെറിയ എന്നിട്ട് ആ പടത്തില് ഹെയറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം കട്ട് ചെയ്തില്ല. നമ്മളിവിടുന്ന് പോകുമ്പോ തന്നെ കുറച്ച് ബാലൻസ് ചെയ്ത് പോയി. അവിടെ എത്തി പറഞ്ഞാ കട്ട് ചെയ്യാന്ന് വെച്ചു. പിന്നെ അവിടെ എത്തിയപ്പോ പറഞ്ഞു നമുക്കത് മേക്കപ്പിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞു. അതാണ് 100 രൂപ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ലൊക്കേഷന്റെയും കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ. വിനയൻ അങ്കിള് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ഞാൻ കണ്ടു. ധർമ്മജൻ അങ്കിൾ, പിഷാരടി ചേട്ടൻ, പിന്നെ കുറെ ആൾക്കാരെ കണ്ടു. പിന്നെ വിനയൻ അങ്കിൾ എന്നെ ഇടക്കിടക്ക് സിഫ്രു അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ടായി. പിന്നെ അവിടുന്ന് എനിക്ക് കുറെ ചോക്ലേറ്റ് തന്നിരുന്നു. ഇതൊക്കെയാണ് അനുഭവങ്ങൾ. പിന്നെ മറ്റൊരു പടം അതുപോലെ തന്നെ അമ്പിളി അല്ലേ. അപ്പൊ അതില് ലൊക്കേഷൻ ഒക്കെ നമ്മുടെ മണാലി ഉൾപ്പെടെ അല്ലേ. അതൊക്കെ ഓർമ്മയുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു പഠിത്തായിരുന്നു അല്ലേ? കുറച്ച് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടമായിരുന്നല്ലോ. അതില് സൗബിൻ കാണെ കണ്ടിന്, നവീൻ കാണെ കണ്ടു. ഷൂട്ട് മണാലിയിലാണ് ഉണ്ടായത്. അതിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ് ആണ്. മണാലി എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കണം. ഐസൊക്കെ എടുത്ത് ഞാന് പപ്പാനെ മുഖത്തേക്കുണ്ടായിരുന്നു. ഇവിടെ അമ്പിളി കടക്കാന്ന് പറയുന്ന വീഡിയോ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. സിഫ്രാൻ ഇവിടെ ഇപ്പോഴ് പാടുകയും ചെയ്തു, പാടിയിട്ടും പ്രേക്ഷകർ സ്വീകരിച്ചു, അഭിനയിച്ചിട്ടും സ്വീകരിച്ചു. ഇതില് മോൻ ഏതാണ് ഏറെ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇനിയിപ്പോ ചോദിക്കാതെ പോകുന്ന കേൾക്കത്തില്ല. ഈ ഹെയർ സ്റ്റൈലിന്റെ എന്താണ് അതിന്റെ ഒരു പുറകിലിരിക്കുന്ന രഹസ്യം? ഒന്നുമില്ല, എനിക്ക് ചെറുപ്പത്തിലെ പിന്നെ എല്ലാരും പറയും കട്ട് ചെയ്യരുത് എന്ന് പറയും. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യുന്ന പറയും, വലിയ മുടി എന്നൊക്കെ പറയും. കൂടുതൽ ആൾക്കാരും പറയലേ അവനിക്ക് ഭംഗിയാണ് ആ ഒരു മുടി എന്ന് പറയും. പക്ഷെ പാടുന്നതിന് മുന്നേ അവന് മുടി നമുക്ക് ആ മുടിന്റെ ഒരു ഭംഗി കൊണ്ട് നമ്മൾ വളർത്തിയതാ, അല്ലാതെ പാടുന്നത് കൊണ്ട് വളർത്തിയതല്ല. പിന്നെ അത് കണ്ടിന്യൂയിട്ട് അങ്ങനെ വന്നു. ഇനി നമുക്ക് നൂറിലേക്ക് വരാം. നൂറി അല്ലേ? ഓക്കെ, നൂറി നിസ. നമ്മുടെ മോളും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപകാരം അല്ലേ അല്ലേ അതിലേക്കൂടി പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. ആ പാട്ട് രണ്ടുപേരും ഒന്ന് മൂളാവോ? ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ, ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപഘാതം പകരുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന കൽബെന്തിനാ, നമ്മുടെ കൽബെന്തിനാ. ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ,
ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ, അപരാധം പറയുന്ന നാവെന്തിനാ, അഹങ്കാരം കരുതുന്ന ഖൽബെന്തിനാ, നമ്മുടെ ഖൽബെന്തിനാ. കാര്യങ്ങളും ഇപ്പോൾ അതിന് നമുക്കുള്ള ഒരുപാട് അവസരങ്ങളും താങ്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ. ആ സമയത്ത് അവസരങ്ങൾ ഇല്ല എന്നല്ല,